ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. പിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തമേഴല്ലയോ, പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തമേഴല്ലയോ. പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ, വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ. പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ, വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. ഈ തീർത്ഥയാത്രയിനന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും. ഈ തീർത്ഥയാത്രയിനന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും. നീയൊരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ. നീയൊരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു. നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു. നിന്നെ ശപിക്കുന്ന ഏവരെയും ഞാനും ശപിക്കുമെന്നീശൻ ചൊന്നു. നിന്നെ ശപിക്കുന്ന ഏവരെയും ഞാനും ശപിക്കുമെന്നീശൻ ചൊന്നു. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ.
വസിച്ചുകൊണ്ടീയുലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. നിന്നിൽ വസിച്ചുകൊണ്ടീയുലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. സുവിശേഷ കാഹളധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. സുവിശേഷ കാഹളധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. അഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. നിൻ ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ദിവസം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. കർത്താവായ യേശുക്രിസ്തു അന്ത്യ അത്താഴ ദിവസം തൻ്റെ പുതിയ നിയമം സ്ഥാപിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. പലപ്പോഴും ദൈവമക്കളായിട്ടുള്ള ദൈവവചനം കേൾക്കാൻ വരുന്ന പലരോടും അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളും ആത്മീയമായ ചില വിഷയങ്ങളും സംസാരിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. പലപ്പോഴും ഹൃദയത്തിൽ വേദന തോന്നിയിട്ടുള്ളതായ ഒരു കാര്യം, ഈ വചനം കേൾക്കുന്നവർ പോലും ദൈവവചനം വായിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ആരുടെയും ഹൃദയത്തെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ദൈവമക്കളെ, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഈ വചനമാണ്. പലർക്കും അതിനുള്ളതായ താല്പര്യമുണ്ട്. എവിടെയെല്ലാം വചന ശുശ്രൂഷകളുണ്ടോ അതിലെല്ലാം വന്ന് കേൾക്കുവാനുള്ളതായ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ വചനം കേൾക്കാൻ നാം കാണിക്കുന്ന താല്പര്യം പോലെ തന്നെ ഈ വചനം വായിക്കുവാനും അതിലെഴുതിയിരിക്കുന്നത് ഗ്രഹിക്കുവാനും നാം ഓരോരുത്തരും ബദ്ധശ്രദ്ധരായിരിക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നാം ക്രിസ്തീയ മണ്ഡലത്തിലേക്ക് നോക്കിയാൽ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നവർ ധാരാളം പേരുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ദൈവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ധാരാളമാണ്. അതുകൂടാതെ ദൈവാലയവുമായി ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകൾക്കും അതിൻ്റെ ആ കാര്യങ്ങൾക്കും വേണ്ടി വരുന്നവരുടെ എണ്ണം ധാരാളമുണ്ട്. നല്ലതാണ്, ആരാധനയിൽ പങ്കെടുക്കേണ്ടതാണ്. അത് ആ സമുദായത്തോട്, ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വവുമാണ്. അത് മുടക്കണമെന്നല്ല
പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അടിസ്ഥാനപരമായ ഗ്രന്ഥമായിരിക്കുന്ന ഈ ദൈവവചനം വായിക്കുവാൻ ഇന്ന് ക്രിസ്ത്യാനികൾ താല്പര്യപ്പെടുന്നില്ല. ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരിൽ അനേകർ ഈ വേദപുസ്തകം വായിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ എൻ്റെ പഴയകാല ജീവിതാനുഭവത്തോട് ചേർത്ത് പറയാൻ എനിക്ക് സാധിക്കും. ഞാൻ ഒരു പുരാതനമായ സഭയിലെ വളരെ പ്രാചീനമായ ഒരു ദൈവാലയത്തിൽ ആ ഇടവകയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ആ ദൈവാലയത്തിൽ ഏകദേശം 10,000-ഓളം ഇടവക അംഗങ്ങളുണ്ടായിരുന്നു. ആ ദൈവാലയം രണ്ടായി പിരിയുന്ന, സഭ വഴക്ക് മുഖാന്തരം രണ്ടായി പിരിയുന്നതിന് മുമ്പ് വരെ 10,000-ഓളം ഇടവകക്കാരുണ്ടായിരുന്ന വലിയൊരു ദൈവാലയമാണ്. ഞാനും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ആ ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുകയും ആരാധനകളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പോകുമായിരുന്നു. ഒരുപക്ഷെ സൺഡേ സ്കൂളിലെ അറ്റൻഡൻസിൻ്റെ എല്ലാം മാർക്ക്, നല്ല സമ്മാനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുമുണ്ട്. ഒരു ഞായറാഴ്ച പോലും ഞാൻ മുടക്കാതെ ദൈവാലയത്തിൽ പോകുമായിരുന്നു. ദൈവാലയത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളോടും ഞാൻ ചേർന്ന് നിന്നു. വീട്ടിൽ ആ കാലത്ത് തന്നെ എൻ്റെ മാതാവും ഞാനും എല്ലാ സന്ധ്യയ്ക്കും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സാധാരണ പ്രാർത്ഥനയല്ല സന്ധ്യാപ്രാർത്ഥന. നമ്മുടെ സഭയുടെ ക്രമീകരണ പ്രകാരം ഓരോ ദിവസവും വ്യത്യസ്തമായ, ഓരോ ദിവസത്തേക്കും പ്രത്യേകമുള്ള സന്ധ്യാപ്രാർത്ഥനകളൊക്കെ എല്ലാം ഉണ്ട്. ചൊവ്വ സന്ധ്യ, തിങ്കൾ സന്ധ്യ, ബുധൻ സന്ധ്യ, അങ്ങനെ ഓരോ ദിവസത്തെ സന്ധ്യകളിൽ പ്രത്യേകം ചൊല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. അതുൾപ്പെടെ ചൊല്ലുന്ന ഒരു ശീലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഞാനും എൻ്റെ മാതാവും മാത്രം. എനിക്കിതെല്ലാം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കാണാപ്പാടമായിരുന്നു. ഇങ്ങനെ ഞാൻ അത്രയും ചേർന്ന് നിൽക്കുമ്പോഴും വേദനയോടെ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല, ബൈബിൾ ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ചെതലെല്ലാം അരിച്ച് ഒന്നും വായിക്കാൻ കഴിയാതെ, പുറംചട്ടകളൊന്നുമില്ലാതെ ഏതാനും ചില പേജുകൾ മാത്രമുള്ളതായ ഒരു ബൈബിൾ. അതിന് ബൈബിൾ എന്ന് പറയാൻ കഴിയില്ല. അതാരും വായിക്കാറില്ല, കാരണം വായിക്കാൻ സാധിക്കില്ല. എൻ്റെ പിതാവ് വല്ലകാലത്തും, ഞാനിത് പരസ്യമായി പറയുമ്പോൾ ലജ്ജയുണ്ട്, എങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെ? കാരണം ഇന്നും പലരുടെയും വീട്ടിലെ അനുഭവം അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. എൻ്റെ പിതാവ് വല്ലകാലത്തുമൊക്കെ അന്ന് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ലോട്ടറി ടിക്കറ്റ് എടുക്കുമായിരുന്നു. ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് വെക്കാനുള്ള ഒരു സ്ഥലമാണ് അന്നുണ്ടായിരുന്ന ഈ നാമമാത്രമായ ആ ബൈബിൾ എന്ന് പറയുന്നത്, വേദപുസ്തകം എന്ന് പറയുന്നത്. ആരും വായിക്കാറില്ല എൻ്റെ വീട്ടിൽ, ആരും വായിച്ചിട്ടുമില്ല. ഇത് വായിക്കേണ്ടതാണെന്ന് എനിക്കൊട്ട് അറിയാനും പാടില്ലായിരുന്നു. എന്നാൽ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവവചനം ഹൃദയത്തിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ എന്നും വായിക്കേണ്ട, എപ്പോഴും വായിക്കേണ്ട, എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കേണ്ട വചനമാണ്, കർത്താവിന് എന്നോടുള്ളതായ വചനമാണ് ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനമെന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് മുതൽ എനിക്ക് ഈ വചനം എനിക്ക് പ്രിയപ്പെട്ട ഒന്നായി മാറി. ഒരു ദിവസം പോലും ഇത് വായിക്കാതെ കിടക്കാൻ എനിക്ക് സാധിക്കാത്തൊരനുഭവം വന്നു. ഇതിനോട് അങ്ങ് പ്രേമം വന്നപ്പോൾ ഒരു ദിവസം മണിക്കൂറുകളിരുന്ന് വായിക്കുന്നതിനൊരു മടിയില്ലാതെയായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒറ്റ ഇരിപ്പിൽ തന്നെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് വായിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ വചനം വായിക്കാത്തത് കൊണ്ടും ഈ വചനം ഗ്രഹിക്കാത്തത് കൊണ്ടും ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടും അനേകർ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പിന്മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വായിക്കാതെ എങ്ങനെയാണ് യേശുവുമായിട്ടൊരു ബന്ധം വരുന്നത്? നാം ഈ ദൈവവചനം വായിക്കണം. ഈ ദൈവവചനം വായിച്ച് ഇതിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് എന്നോട് പറയാനുള്ളതായ, എന്നോടുള്ള ഉപദേശമാണെന്നും യേശു എന്നോട് സംസാരിക്കുന്നതാണെന്നും വിശ്വസിച്ചുകൊണ്ട് നാം ഇത് വായിക്കണം. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന വരികളിൽ കൂടി, ഇതിലെ വാക്യങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കും. അതിലൂടെ ഈ ലോകത്തിൽ നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യമായി ഒരു ജയജീവിതം നയിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ വചനം വായിച്ച് നമ്മുടെ ജീവിതത്തിലെ അനുഭവമായി തീരണം. അത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരു തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം വന്നാലും ഈ വചനം വായിക്കുന്നതിന് ഒരു നിശ്ചിത സമയമെടുക്കും, ദിവസം പ്രതി ഞാനൊരു സമയമെടുക്കുമെന്ന്. നല്ല ജോലി തിരക്കുണ്ട്, എനിക്കറിയാം. സ്ത്രീകൾക്കൊക്കെ ധാരാളം ജോലി തിരക്ക് ഭവനത്തിനുള്ളിൽ തന്നെയുണ്ട്. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഒരു പക്ഷേ
ഭർത്താക്കന്മാരൊന്ന് വിചാരിച്ചാൽ ആ സ്ത്രീകളുടെ ജോലിയൊക്കെ കുറേയൊക്കെ കുറച്ചു കൊടുത്ത് അവർക്കും പ്രാർത്ഥിക്കുന്നതിനും വേദപുസ്തകം വായിക്കുന്നതിനുമുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതെല്ലാം ദൈവമക്കളായിട്ടുള്ള ഭർത്താക്കന്മാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഭവനത്തിലെ ജോലികളിൽ പരമാവധി ഭാര്യമാരെ സഹായിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഈ വചനം വായിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്? ഈ വചനം വായിക്കുമ്പോഴാണ് ഇതിലുള്ളതായ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മളോട് പറയാനുള്ള പല കാര്യങ്ങളും നമുക്ക് ബോധ്യമാകുന്നത്. ധൈര്യമില്ലാത്തവർക്ക്, ജയജീവിതമില്ലാത്തവർക്ക്, യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്തവർക്ക് ആ ബന്ധം കിട്ടുവാൻ ഇത് വചനം വായിക്കുകയും ഈ വചനത്തിൽ കൂടി യേശുക്രിസ്തു നമ്മോട് ഇടപെടുന്നത് അനുഭവിക്കുകയും ചെയ്യണം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്തുഭക്തൻ ജീവിക്കുമ്പോൾ അവന് ധാരാളം പലതരത്തിലുള്ളതായ പരീക്ഷണങ്ങൾ നേരിടും. സാത്താനിൽ നിന്ന്, പിശാചിൽ നിന്ന് പലതരത്തിലുള്ളതായ പരീക്ഷണങ്ങൾ നേരിടും. അതവൻ ജീവിക്കുന്ന അവൻ്റെ സ്വന്തം വീട്ടിൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ, അവൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ, അല്ല ബിസിനസ് നടത്തുന്നവനാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ, അല്ല വീട് ഭരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ ബന്ധത്തിൽ, നമ്മുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ഇല്ല തീർന്നില്ല. നമ്മൾ ഏതെല്ലാം മേഖലകളിൽ ലോകത്ത് ഇടപെടുന്നുണ്ടോ ആ മേഖലകളിലെല്ലാം നമ്മുടെ മുന്നിലേക്ക് പ്രതിസന്ധികളും പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും ഈ സാത്താൻ പരീക്ഷണങ്ങളുമായിട്ട് കൊണ്ടുവരും. ആ സമയത്ത് നാം എങ്ങനെ ജയിക്കും? ആ സമയത്ത് ഈ സാത്താനെ നമ്മളെങ്ങനെ തോൽപ്പിക്കും? ഈ ഭൂമിയിൽ നമുക്കെങ്ങനെ ഒരു ശരിയായ ജയജീവിതം നയിക്കാനായിട്ട് സാധിക്കും? ദൈവമക്കളെ, ഞാൻ ഈ വിഷയങ്ങളൊക്കെയും ഈ കാര്യങ്ങളൊക്കെയും ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കാറുണ്ട്. കർത്താവ്, ഇന്ന വിഷയം എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ എങ്ങനെ ഇതിനെ ജയിക്കും? ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ചില പാപങ്ങൾ, ചില ഹൃദയത്തിലെ ചില ചിന്തകൾ, ചില ചിന്താഗതികൾ, ഇതിലെല്ലാം പാപമുണ്ട് എന്നെനിക്ക് ബോധ്യം വന്നപ്പോൾ ഇതെങ്ങനെ ജയിക്കും? ഇങ്ങനെയെല്ലാം ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്. ഈ വചനത്തിൽ കൂടി യേശുക്രിസ്തു എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയം കൊണ്ട് വലയുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഭാരം കൊണ്ട് വിഷയം കൊണ്ട് നിങ്ങൾ വലയുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ വചനം വായിക്കുക, നിങ്ങൾ ഈ വചനത്തിലേക്ക് തിരിയുക. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ഇത് ഗ്രഹിച്ചു കിട്ടുവാൻ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും. സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ജയജീവിതം, ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നയിക്കാനായിട്ട് സാധിക്കും. തിരയടിച്ചു വരുന്നതായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. പക്ഷേ അവിടെയെല്ലാം ഒരു വിശ്വാസിയായ, തിരുവചനത്തിൽ ബന്ധമുള്ളതായ, ക്രിസ്തുവുമായി ബന്ധമുള്ള, യേശുക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അവിടെ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അടിസ്ഥാനത്തിന്മേൽ, പാറമേൽ അടിസ്ഥാനം വിട്ട വീട് പോലെ നമുക്കവിടെ സമാധാനത്തോടെ നിൽക്കാനായിട്ട് സാധിക്കും. നമ്മ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ജയം കിട്ടുവാൻ എന്താണ് മാർഗം? ദൈവമക്കളെ, ഞാൻ അത് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ചിന്ത വന്നത്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് എന്തെല്ലാം ഈ ഭൂമിയിൽ നേടിയെടുക്കാം? ദൈവമക്കളെ, പുതിയ നിയമം മുഴുവൻ നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധ്യമായ അനേക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഏതാനും ചില കാര്യങ്ങൾ അല്പനേരം നമുക്കൊന്ന് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യം ഇപ്രകാരമാണ്: ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ദൈവത്തിന് സ്തോത്രം. യേശു തൻ്റെ തിരുരക്തം ഉയർത്തിക്കൊണ്ട് ആ അന്ത്യ അത്താഴ നാളിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, ആ വീഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ട്, ഇതാണ് എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം. ഈ രക്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രക്തം എന്താണ് നിങ്ങൾക്ക് തരുന്നതായ ആ ഗുണം എന്താണ്? നിങ്ങളെ എങ്ങനെയാണ് ഈ രക്തം സഹായിക്കുന്നത്? അതാണ് കർത്താവ് പറഞ്ഞത്, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തം. ഞാനിങ്ങനെ ചിന്തിക്കാൻ ഇടവന്നു. അവിടെ കർത്താവ് സകലരുടെയും പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് അനേകർക്ക് വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? സംശയമൊന്നും വേണ്ട. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകലമാന മനുഷ്യരുടെയും പാപത്തിൻ്റെ മോചനത്തിനുള്ളതായ രക്തമാണ്. യേശുവിൻ്റെ രക്തമാണ് പാപം മോചിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന അനേകരുടെ പാപത്തിൻ്റെ മോചനം എന്നാണ് പറയുന്നത്, പാപമോചനത്തിന്. അതെന്തുകൊണ്ടാണ്? എല്ലാവരുടെയും പാപം മോചിച്ച് കിട്ടില്ലേ? അതിന് മനോഹരമായ ഒരു ഉദാഹരണം, ഒരു കഥ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളോട് പറയാം. ഒരു സുവിശേഷകൻ തൻ്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപികളുടെയും പാപം മോചിക്കുന്നതാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു.
അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞു. കേട്ടുനിന്നായ ഒരു വ്യക്തി ഈ പ്രസംഗകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാവരുടെയും പാപം മോചിക്കൂ, സകലരുടെയും പാപം മോചിക്കൂ? അങ്ങനെയാണ് എങ്കിൽ ഈ തെരുവിലൂടെ നടക്കുന്നതായ മദ്യപിച്ചും വേണ്ടാതിനും ചെയ്ത് നടക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പട്ടണത്തിൽ കാണാനായിട്ട് സാധിക്കും. അവരുടെയൊന്നും പാപം മോചിച്ചിട്ടില്ലല്ലോ, അവരൊക്കെ പിന്നെയും അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ സുവിശേഷകൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ജോലി എന്താണ്? താങ്കൾ എന്തെടുക്കുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സോപ്പ് കമ്പനിയാണ്. സോപ്പ് കമ്പനി, ഞാൻ സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആട്ടെ, താങ്കളുടെ സോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതോ ആ സോപ്പ് മനുഷ്യരുടെ ശരീരത്തിൽ പുരട്ടിയാൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അഴുക്ക് മുഴുവനും പോകും, മാത്രമല്ല നല്ല സുഗന്ധം കിട്ടും. അഴുക്കും പോകും, സുഗന്ധവും കിട്ടും. ആ മനുഷ്യരുടെ എല്ലാ ശരീരത്തിൽ നിന്ന് ഇത് കഴുകിക്കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എല്ലാവരുടെയും, സുവിശേഷകൻ ചോദിച്ചു, എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ നിന്നുള്ളതായി ചെളി കഴുകിക്കളയുമോ? എല്ലാ മനുഷ്യർക്കും സുഗന്ധം കൊടുക്കുമോ? കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ തെരുവിലൂടെ എത്രയോ കുട്ടികളാണ് ഈ ചെളിയിൽ കിടന്ന് കളിക്കുന്നതും അഴുക്കിൽ കിടന്ന് നടക്കുന്നതും ഒക്കെ. എന്നിട്ട് എന്തേ അവരുടെ ശരീരത്തിലെ ഈ അഴുക്ക് പോകാത്തത്? അപ്പോൾ നാം കേട്ടിട്ടുള്ളത്, നാം വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞതായ മനുഷ്യൻ അല്പം ദേഷ്യം വന്നു. ആ മനുഷ്യൻ ഈ സുവിശേഷകനോട് പറഞ്ഞു, അത് ആ കടയിൽ പോയി ആ സോപ്പ് മേടിച്ച് സ്വന്തം ശരീരത്തിൽ പുരട്ടി കഴുകി കുളിക്കണം, എന്നാലേ അത് പോവുള്ളൂ, അല്ലാതെ പോവില്ല. അപ്പോൾ ആ സുവിശേഷകനും പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകലമാന മനുഷ്യരുടെയും പാപം മോചിക്കുന്നതാണ്. പക്ഷെ പാപം മോചിക്കണമെങ്കിൽ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരണം. വിശ്വസിച്ച്, ഈ രക്തത്തിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവൻ്റെ മാത്രമേ ക്ഷമിക്കുകയുള്ളൂ, അല്ലാത്തവൻ്റെ ക്ഷമിക്കുകയില്ല. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് നൽകുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല പാപങ്ങളെയും മോചിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ വിഷയം എന്താ? പ്രയാസം എന്താ? പലരും പറയും രോഗമുണ്ട്, കടഭാരമാണ്, സമാധാനമില്ല, ഇതെല്ലാം വിഷയമാണെന്ന് പറയും. ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നതായ ദുരിതമാണ് എന്ന് പറയും. ഏറ്റവും വലിയ വിഷയം ചോദിക്കുമ്പോൾ ഓരോരുത്തർ അവരവരുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളാണ് തുറക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാര്യം എന്താണ്? ഈ ദുഃഖത്തിൻ്റെയും ഈ വേദനയുടെയും ഈ രോഗത്തിൻ്റെയും സകല കാര്യങ്ങളുടെയും മനുഷ്യരുടെ പിന്നിലുള്ളതായ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന കാര്യം എന്താണ്? അവനവൻ്റെ ജീവിതത്തിലെ പാപമാണ്. പാപം മാറിക്കിട്ടിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ കിട്ടിയിട്ടില്ല. പാപം മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കൊടിയ വിഷയങ്ങൾ വന്നാലും അവിടെ നമുക്ക് സമാധാനത്തോടെ നിൽക്കാം. പാപമോചനമാണ് നമുക്ക് കിട്ടേണ്ടത്. പാപം മോചിച്ച് കിട്ടുകയാണ് ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ രക്തം പാപം മോചിക്കുന്ന രക്തമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ പാപമോചനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഞാനൊരു ക്രിസ്തീയ സഭയിൽ ജനിച്ച വ്യക്തിയാണ്. ഞാൻ ആ ക്രിസ്തീയ സഭയിൽ ജീവിച്ച വ്യക്തിയാണ്. ഞാൻ ആ ദൈവാലയത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ്. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആരാധനയുമായി അല്ലെങ്കിൽ ആ ആലയവുമായി, ദൈവാലയവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളോടും ഞാൻ ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്നത് വരെ എൻ്റെ പാപം മോചിക്കപ്പെട്ടിരുന്നില്ല. ഞാൻ കുർബാന അനുഭവിച്ചിട്ടില്ലേ? ധാരാളം പ്രാവശ്യം ഞാൻ കുർബാന അനുഭവിച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ വലിയൊരു കുമ്പസാരം നടത്താറില്ലേ? ഞാൻ വലിയ കുമ്പസാരം നടത്തിയിട്ടുണ്ട്. 50 നോമ്പിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് ഞാൻ വലിയ കുമ്പസാരം തന്നെ നടത്താറുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ആ വർഷം വന്നതായ സകല പാപങ്ങളും എൻ്റെ ഇടവക വികാരി അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനുശേഷം പെസഹ ദിവസം ആ പെസഹ അനുഭവിച്ചതാണ്, കുർബാന അനുഭവിച്ചതാണ്. പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചതല്ലേ, അത് ലഭിച്ചതുമാണ്. പക്ഷേ പിന്നെയും ഞാൻ ആ പഴയ രീതിയിലാണ് ജീവിച്ചത്. ഈ യേശുവിൻ്റെ രക്തം എൻ്റെ പാപം മോചിച്ചുവെന്നോ ഇനി ഞാൻ പാപം കൂടാതെ ജീവിക്കണമെന്നോ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ പഴയതുപോലെ തന്നെ പിന്നെയും പോയിക്കൊണ്ടിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ കുർബാന അനുഭവിച്ച് ആ കുർബാനയിൽ കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കുന്നതിലൂടെ സ്വർഗത്തിലെത്തുമെന്നുള്ളതായ മൂഢവിശ്വാസത്തിൽ ഏതാണ്ട് 15 വയസ്സ് വരെ നടന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ദൈവമക്കളെ, ഈ വചനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് പാപം മോചിക്കുന്നത്. ഈ കുർബാന ഞാൻ അനുഭവിച്ചതുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപം മോചിക്കപ്പെടുകയില്ല. ഞാൻ പാപത്തെ ഉപേക്ഷിക്കാതെ ഇത് കഴിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപം മോചിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം നിങ്ങൾ ഓരോരുത്തരും പ്രാപിക്കണം. ഈ അനുഭവം പ്രാപിക്കാത്ത ആരും ഉണ്ടാകരുത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യം നടക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പാപം മോചിച്ച് കിട്ടുക എന്നുള്ളത്. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപം മോചിച്ച് കിട്ടുക എന്നുള്ളത്. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സാധിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൻ്റെ ആ രക്തം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം
പാപമോചനം നൽകുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് കുറ്റബോധത്തോടെ പാപബോധത്തോടെ വരുന്ന ഏവരുടെയും പാപം കർത്താവായ യേശു ക്രിസ്തു ക്ഷമിച്ചു കൊടുക്കും. എത്ര കൊടിയ പാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യരും തള്ളിക്കളഞ്ഞവനാണെങ്കിലും, എത്ര വലിയ കൊലപാതകം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ വ്യഭിചാരം ചെയ്തവനാണെങ്കിലും, എങ്ങനെയെല്ലാം ജീവിച്ചവനാണെങ്കിലും, യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം അപേക്ഷിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു തരിക തന്നെ ചെയ്യും. റോമർ 5:9 നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നീതീകരണം. 1 പാപമോചനം, 2 നീതീകരണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് നീതീകരണം എന്ന് പറയുന്നത്? നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്നതായ സകല പാപവും ക്ഷമിച്ച് ഇനി ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ പാപം ചെയ്യാത്തവനാണെന്ന് കണക്കാക്കുന്നതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മഹാഭാഗ്യം അതാണ്. ഞാൻ പാപമില്ലാത്തവനായിട്ടല്ല, ഞാൻ പാപം ചെയ്യാത്തവനായിട്ടല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ പാപമില്ലാഞ്ഞിട്ടുമല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പാപത്തിനും ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതീകരിക്കുന്ന രക്തം നിൽക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ പാപമോചനം ലഭിച്ചവനായി, നീതീകരണം ലഭിച്ചവനായി, എൻ്റെ പാപത്തിന് പരിഹാരം വന്നവനായി ഞാൻ നിൽക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ളതായ ഏക യോഗ്യത ഈ നീതീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവവും ഞാനും തമ്മിലുള്ളതായ ബന്ധം അത് ശുഭമായി തീരുക, നേരെയായി തീരുക എന്നുള്ളതാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ, ഞാൻ പിശാചിൻ്റെ മകനായി മാറുമ്പോൾ, പിശാചിൻ്റെ മകളായി നിൽക്കുമ്പോൾ എനിക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനവും നീതീകരണവും ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യമായ പ്രവേശനം. പിന്നെ പ്രാർത്ഥിക്കാൻ വലിയ ഉത്സാഹമാണ് ദൈവമക്കളെ. കാരണം പ്രാർത്ഥന കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ളതായി ഉറപ്പ് നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നീതീകരണം പ്രാപിച്ചിട്ട്, ഈ ശുദ്ധീകരണം പ്രാപിച്ചിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. എത്ര ധൈര്യമാണെന്നറിയാമോ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ. ദൈവമക്കളെ, ഇതെല്ലാം ഞാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നല്ല സന്തോഷമുണ്ട്, നല്ല ആനന്ദമുണ്ട്. കാരണം ഞാൻ ധാരാളമായി അനുഭവിച്ചവനാണിത്. ഞാൻ ധാരാളമായി കർത്താവിൽ നിന്ന് പ്രാപിച്ചവനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചതൊക്കെയും സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ചില പ്രാർത്ഥനകൾ അല്പം താമസിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കറിയാം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകുമെന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നല്ല കടഭാരത്തിലൂടെ കടന്നു പോയ കാലങ്ങളുണ്ട്. ജീവിക്കാൻ വേണ്ടി തന്നെ, അരിമേടിക്കാൻ വേണ്ടി, എൻ്റെ വീട്ടിലെ നിത്യ ചെലവുകൾ നടത്തുന്നതിന് വേണ്ടി പൈസ ധാരാളം കടം മേടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ കർത്താവിന് എൻ്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ജോലിയെല്ലാം ലഭിച്ച് ആദ്യത്തെ 2-2.5 വർഷക്കാലം എനിക്ക് ശമ്പളം കിട്ടാതിരുന്നൊരു കാലം. അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന താൽക്കാലിക ശമ്പളം പോലും കിട്ടാതെ വന്ന കാലം. എനിക്ക് 2 കുഞ്ഞുങ്ങൾ ആ സമയത്തുണ്ട്. എനിക്ക് പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ 6 പേരടങ്ങുന്നതായ ആ വീട്ടിൽ അവർക്ക് ദൈനംദിനം കൊടുക്കേണ്ടതായ, കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് കൊടുക്കേണ്ടതായ ചില പ്രത്യേക ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അവർ വിശന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് എൻ്റെ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥ. ആ സമയത്ത് ധാരാളം പണം ഞാൻ പലരോടും കടം മേടിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ ഒരു സമയത്ത് ഓർക്കുന്നു, ഞാൻ ഇതുപോലെയുള്ളതായ ആഹാര സാധനങ്ങൾ മേടിക്കാൻ നിത്യ ചെലവിന് വേണ്ടി കടം മേടിച്ച് ഏകദേശം 7 ലക്ഷം രൂപയോളം എനിക്ക് കടമായി തീർന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ സമാധാനത്തോടെ, സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തു. പല സ്ഥലങ്ങളിലും പോയി കർത്താവിൻ്റെ വചനം പറഞ്ഞു. എനിക്ക് ഒരു മുഖത്തിന് യാതൊരു വാട്ടം ഉണ്ടായിരുന്നില്ല, ഒരു സന്തോഷക്കുറവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തോടാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ യേശുവിനോടാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എന്തു പ്രാർത്ഥിക്കുന്നോ എൻ്റെ ഹിതം അത് ദൈവഹിതമാണെങ്കിൽ ദൈവം എനിക്ക് തരുമെന്നുള്ള എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ തളരാതെ പ്രാർത്ഥിച്ചു. കാരണം എന്നെ കഴുകിയത് യേശുവിൻ്റെ രക്തമാണ്, എന്നെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണെന്നുള്ളതായ പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ദൈവമക്കളെ, ഒരു സുപ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നല്ല വഴികൾ തുറന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എനിക്ക് എല്ലാ കടങ്ങളും നീക്കി തന്നു. ദൈവമക്കളെ, ഇന്ന് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നീതീകരിക്കുന്ന ഒരു ദൈവം, പാപമോചിച്ചു തരുന്ന ഒരു ദൈവം, സ്വന്തം രക്തത്താൽ എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവമുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നതായ
ഒരു അനുഭവം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ലഭിച്ചതായ ഒരു അനുഭവം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപം മോചിച്ച് കിട്ടിയതായ ഒരു അനുഭവം. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്നല്ല ചോദിച്ചത്, ഏതെങ്കിലും ഇടവകയിലെ അംഗമാണോ എന്നല്ല ചോദിച്ചത്, ഏതെങ്കിലും പള്ളിയിലെ അംഗമാണോ എന്നല്ല ചോദിച്ചത്, സഭയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്നല്ല ചോദിച്ചത്. യേശുക്രിസ്തുവിൻ്റെ രക്തവും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തം കഴുകിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ നീതീകരണം പ്രാപിച്ചവരാണോ? നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഉടയവരാണോ? നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ളതായ പ്രവേശനം ലഭിച്ചവരാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ദൈവമക്കളെ, അത് ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ടില്ല എങ്കിൽ, ഇന്ന് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിനോട് പറയണം, ഈ യേശുവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം, ഈ യേശുവിൻ്റെ രക്തവുമായി നമുക്കൊരു ബന്ധം വേണം. ഈ രക്തത്തിൻ്റെ മണമുള്ളതായ ഒരു ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നയിക്കാൻ സാധിക്കണം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചാൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതമാണ്. ദൈവം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്മതിക്കാമോ? നിങ്ങൾക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാമോ? യേശുവിനോടൊരു വാക്ക് പറയാമോ? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച് അവസാനത്തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച് അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി പിതാവായ സന്നിധിയിൽ ആ രക്തം കാണിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മറുപടിയായി നിൽക്കുന്ന യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ജീവിതം സമർപ്പിച്ച ഓരോരുത്തരുടെയും പാപം മോചിച്ചു കൊടുക്കണമേ. അവിടുത്തെ രക്തത്താൽ കഴുകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീതീകരിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ.